നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ സ്ലബ് സിൽക്കിന്റെ എംബ്രോയിഡറി കുർത്തി പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പോൾ കസ്റ്റമേഴ്സ് ഓൺ ഡിമാൻഡ് കൊണ്ട് നമ്മളിത് പ്രീ ബുക്കിംഗിലേക്ക് എടുക്കുവാണ്. 15 വർക്ക് ഡേയ്സിന് ശേഷമായിരിക്കും പ്രൊഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. നമ്മൾ സ്മോളും 4XL സൈസ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പർപ്പിൾ കളർ ആട്ടോ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന റാണി പിങ്കും നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ ഈ സെയിം കളറിലേക്ക് എടുക്കാം. ഇനി അതിലെ കോൺട്രാസ്റ്റ് ആയിട്ട് റാണി പിങ്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഈ സ്ലബ് സിൽക്കിന്റെ കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല റേറ്റിലേക്ക് എംബ്രോയിഡറി കുർത്തീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇതിന്റെ ചിലപ്പോൾ ഒരു ഹാഫ് പ്രൈസിലേക്കൊക്കെ വരെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. കസ്റ്റമേഴ്സ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ തന്നെ കോപ്പികൾ ഭയങ്കരമായിട്ടും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറെ യൂണിറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിതിന്റെ കോപ്പി ഇറക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് കാണുമ്പോൾ ഒരു തരത്തിൽ സന്തോഷമുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ സങ്കടമുണ്ട്. കസ്റ്റമേഴ്സ് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുമല്ലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്ലബാണ്. അതേപോലെ തന്നെ ഈ എംബ്രോയിഡറി നമുക്ക് ചെയ്തെടുക്കാം ഇതിന്റെ പകുതി സ്റ്റിച്ചസിൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു പെർഫെക്ഷനും ഈ ഒരു ഭംഗിയും ഒന്നും അതിനകത്തേക്ക് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രാൻഡിൽ വരുന്ന കുർത്തീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും തന്നെ എക്സ്ട്രാ മാർജിൻ ഇട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഈ സ്ലബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ചുരുങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഇത് സിംഗിൾ യൂസിനല്ലല്ലോ, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് എക്സ്ട്രാ സ്റ്റിച്ചിങ് മാർജിൻ ഇട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൻ അപ്പോൾ യൂണിറ്റിൽ കൊടുക്കുന്ന സ്റ്റിച്ചിങ്ങിന്റെ കാരിയേഴ്സിന് കൊടുക്കുന്ന ചാർജസ് ഉൾപ്പെടെ എല്ലാം അതിന് നല്ല കോസ്റ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പം അതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു എന്നാലും നമ്മൾ ശ്രമിക്കാറുണ്ട് 1000 ബിലോ റേഞ്ചിലേക്ക് തന്നെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ബാക്കി കളേഴ്സും കൂടെ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ആട്ടോ. അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് പീച്ചും നമ്മുടെ ഒരു ഓഫ് വൈറ്റും ചിക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ്. ഞാൻ നമ്മുടെ ഓഫ് വൈറ്റ് കളറിലെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വന്നേക്കുന്ന റണ്ണിങ് സിസ്റ്റം കൊണ്ടുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ. സ്ലീവിലേക്കും സെയിം തന്നെ എംബ്രോയിഡറി വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മൾ സ്ലബ് സിൽക്കിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് തന്നെ നമ്മൾ സെല് ചെയ്തിരുന്ന ഒരു ഷെയ്ഡാണ് നമ്മുടെ നേവി ബ്ലൂ എന്ന് പറഞ്ഞത്. നേവി ബ്ലൂവിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റാണി പിങ്കും ലാവൻഡറും കൂടെ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ബോട്ടം വെച്ചിട്ട് എങ്ങനെ വേണം പെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡിൽ നമ്മുടെ സിഗരറ്റ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.